ഹലോ, നമുക്കിന്ന് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. ഈ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആണല്ലോ, ഒരുപാട് പേര് ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. സോ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഈ ക്യൂട്ട് സ്റ്റിക്കേഴ്സിനായിട്ടുള്ള ക്യൂട്ട് പിക്ചേഴ്സ് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കോപ്പി അടിച്ച കുറച്ച് പിക്ചേഴ്സാണിത്. ഇത് വരക്കാൻ അറിയുന്നവർക്ക് നോക്കി വരക്കാം, അല്ലാത്തവർ ഫോൺ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് അതിന് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് സ്കെച്ചോ ഓർ വാട്ടർ കളർ എന്ത് വെച്ചിട്ട് നമുക്കത് കളർ ചെയ്തെടുക്കാം. അങ്ങനെ പിക്ചേഴ്സൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്ക് ആ സ്റ്റിക്കറിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുള്ളത്. ഇത് എനിക്കൊരു ഡെലിവറി വന്നപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ പേപ്പർ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിൻ്റെ മുകളിലായിട്ട് സെല്ലോ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നോർമലി ബാക്കിയുള്ളവരൊക്കെ ബട്ടർ പേപ്പർ, സ്റ്റിക്കർ ഷീറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. ഇതിലും വർക്കാവും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഞാൻ സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സില്ലേ, അത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് റെഡിയായി. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നോക്കണം. സോ അതിൽ നിന്നൊരു ക്യൂട്ട് ക്യാറ്റിനെ കട്ട് ചെയ്തെടുത്ത് നമുക്കൊന്ന് പീൽ ചെയ്ത് ഒട്ടിച്ചു നോക്കാം. ഇത് പീൽ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു കുഴപ്പമുണ്ട്, എന്നാലും ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവം ക്യൂട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു.